നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വാട്ട് എ പെർഫോമൻസ്! FC ബാഴ്സലോണ പൊളിച്ചടുക്കിയ പ്രകടനമാണ് എൽച്ചെക്കെതിരെ നടത്തിയത്. 3-0 അവർ വിജയിച്ച് കയറി. പക്ഷേ 6-7 ഗോളുകളൊക്കെ അടിക്കാമായിരുന്നു. നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. ബാഴ്സ മിന്നും പ്രകടനം നടത്തി എന്ന കാര്യത്തിൽ തർക്കമില്ല. ലാമിൻ യമാലൊക്കെ ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന രൂപത്തിലുള്ള പെർഫോമൻസ്. അതുപോലെ ഫ്രങ്കി ഡിയോങ് മറ്റൊരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ്. മിന്നും പ്രകടനം. എന്നാൽ ഗോളടിക്കാൻ കുറച്ചുകൂടി ഫിനിഷിങ്ങിൽ ബാഴ്സ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. 3-3 വിജയമാണ് ഇവിടെ പിറന്നിരിക്കുന്നത്. യമാലും ടോറസും മാർക്കസ് റഷ്ഫോർഡുമാണ് അവരുടെ ഗോളുകൾ നേടിയത്. എൽച്ചയുടെ ഗോൾ റോഡ്രിഗസിൻ്റെ വകയായിരുന്നു. എൽച്ചയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റാഫീഞ്ഞ, ടോറസ്, യമാൽ എന്നിവരൊക്കെയാണ് ആദ്യ 11-ൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കളിയുടെ 6-ാമത്തെ മിനിറ്റിൽ തന്നെ ലാമിനെ യമാലിൻ്റെ ഗോൾ വന്നു. വളരെ മനോഹരമായ രൂപത്തിൽ മുന്നോട്ട് പോയി. ഗോൾ കീപ്പറൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ 29-ാമത്തെ മിനിറ്റിൽ റോഡ്രിഗസിലൂടെ എൽച്ചെ ആ ഗോളും മടക്കി. ആദ്യ പകുതിയുടെ അവസാനത്തിൽ ടോറസാണ് പിന്നെ ബാഴ്സയെ ലീഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഇടവേള സമയത്ത് 2-1 മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ മത്സരം 3-1 ബാഴ്സലോണ വിജയിച്ച് കയറുകയായിരുന്നു. കുണ്ടയുടെ കാര്യത്തിൽ, റാഫീഞ്ഞയുടെ കാര്യത്തിലൊക്കെ ആരാധകർക്ക് ആശങ്കയുണ്ട്. പക്ഷേ കുണ്ടയ്ക്കും റാഫീഞ്ഞയ്ക്കും പരിക്കില്ല, ജസ്റ്റ് ഫൈൻ, ചെറിയ ചില ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ റാഫീഞ്ഞയ്ക്ക് പരിക്കില്ല എന്ന് കളിക്ക് ശേഷം കോച്ച് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. കോച്ച് പറഞ്ഞത്, റാഫീഞ്ഞയുടെ കാര്യത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്, അവൻ കുറച്ച് ടയേർഡാണ്, അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നത് എന്നുകൂടി കോച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും തകർപ്പൻ പ്രകടനം തന്നെ ബാഴ്സലോണ തുടരുന്നതിൽ ആരാധകർ ഹാപ്പിയാണ്. ഇപ്പോൾ വീണ്ടും 22 കളി 55 പോയിൻ്റായിട്ട് റയലിനോട് 4 പോയിൻ്റ് ലീഡിലാണ് ബാഴ്സ നിൽക്കുന്നത്. ഇന്നത്തെ കളി വിജയിച്ച് ആ പോയിൻ്റ് വ്യത്യാസം 1 ചുരുക്കാനായിരിക്കും റയലിൻ്റെ ശ്രമം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 6:30 റയോ വയക്കാനൊക്കെതിരെയാണ് റയലിൻ്റെ കളി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.